അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിജയകാന്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുകയാണ്. വലിയ തിരക്ക്, പ്രവർത്തകരുടെയും പോലീസുമൊക്കെ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്നു. സ്റ്റാലിനെ തന്നെ അവിടെ കാണാം, അദ്ദേഹവും വലിയ തിരക്കിലാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിജയകാന്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുകയാണ്. സിനിമാ നടൻ എന്ന നിലയിലും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും അദ്ദേഹത്തിന് വലിയ അടിത്തറയുണ്ട് വിജയകാന്തിന്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക്, പ്രവർത്തകരുടെ ഭാഗത്തുനിന്നൊരു എന്താ പറയുക, ഒരു തള്ളിക്കയറുന്ന അവസ്ഥ തന്നെയാണുള്ളത് അദ്ദേഹത്തെ അവസാനമായി കാണാൻ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി വന്നിട്ട് പോലും വേണ്ട രീതിയിലൊരു ഇടം ഒരുക്കാൻ അവിടെ പോലീസിന് കഴിയുന്നില്ല. അതാണ് അവസ്ഥ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അന്തിമോപചാരം അർപ്പിക്കാനായി വിജയകാന്തിൻ്റെ വസതിയിലെത്തി. അദ്ദേഹം മടങ്ങുകയാണ്. വലിയ തിരക്ക്, അദ്ദേഹത്തിന് പോലും കൃത്യമായൊരു ഇടമൊരുക്കാൻ പോലീസിന് അവിടെ കഴിഞ്ഞില്ല. അത്രയേറെ ആളുകളുടെ ഒരു ബാഹുല്യമാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അണികളും അല്ലെങ്കിൽ സിനിമയിലെ ആരാധകരുമൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നത്, അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയോട് പ്രതികരിക്കുന്നത്. MK സ്റ്റാലിൻ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ വാഹനം പിന്നിലേക്ക് എടുക്കുന്നു. ഈ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക നേതാക്കളും സിനിമാ താരങ്ങളും ഒക്കെ തീർച്ചയായും വരുന്ന മണിക്കൂറുകളിൽ അങ്ങോട്ടേക്ക് എത്തും. സംസ്കാരം എപ്പോഴെന്നതിനെക്കുറിച്ച് വിവരം അറിഞ്ഞിട്ടില്ല. ഇനി വീട്ടിൽ നിന്ന് മാറി മറ്റെവിടെയെങ്കിലും പൊതുദർശനം ഉണ്ടോ എന്നും ഇതുവരെ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. அப்படின்னு சென்சார் சொல்லுவாங்க. எங்களுக்கு வந்து லேடிஸுக்கு முக்கியத்தை கொடுத்தாங்களா, எங்களை பார்ப்பாங்களா? இனி பார்க்க முடியாது, நாங்களே பார்க்க முடியாது, இனி நாங்களே பார்க்க முடியாது. எங்களை முடிச்சு போச்சு. நாளைக்கு வர வேலை.